ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജപ്പാനീസ് സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും അധിക പേരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ പല ചാനലിലും കണ്ടിട്ടുണ്ടോ. അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ക്രീമാണ് കേട്ടോ. നമ്മൾ മുഖത്തെ കറുത്ത പാട് കരിവാളിപ്പ് മാറി മുഖം നിറം വരാൻ സഹായിക്കുന്ന അടിപൊളി ക്രീമാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ചരിയാണ്. പച്ചരി ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 മണിക്കൂറെങ്കിലും പൊതിരാൻ വേണ്ടിയിട്ട് വെക്കണം. പൊതിർന്നതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടി പോയതിൽ അരി അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അരി അരിയാൻ വേണ്ടിയിട്ട് പൊങ്ങി നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാം. അടിച്ചെടുത്തത് നമ്മളൊരു അരിപ്പയിൽ കൂടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിലൂടെയോ അരിച്ചെടുക്കണം. അതിൻ്റെ തരിതരിപ്പ് ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ആ റൈസിൻ്റെ ആ വാട്ടർ മാത്രം മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം. അതിൻ്റെ തരിതരിപ്പ് ഒട്ടും ഉണ്ടാവരുതെന്ന് പറയുന്നത് നമ്മൾ ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തരിതരിപ്പ് ഉണ്ടാകുന്നേരം അതൊരു സ്ക്രബായി ആക്ട് ചെയ്യും. അതങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം വെറും വെള്ളം മാത്രമേ ഉള്ളൂ, ഒട്ടും തന്നെ തരിതരിപ്പ് ഇതിലേക്കില്ല. അപ്പോൾ ഇനി നമ്മളുടെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. ആ പാത്രത്തിൽ വേറെ ഓയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളം ഒന്നും ഉണ്ടാവരുത്. നല്ല വൃത്തിയായിട്ടുള്ള പാത്രമായിരിക്കണം. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വളരെ ചെറിയ ഫ്ലെയിമിൽ നമ്മൾ തീ വെച്ചതിന് ശേഷം കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇത് വിട്ട് വരുന്ന ആ ഒരു സമയമാകുന്ന സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യണം കേട്ടോ. അതായത് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ പാത്രത്തിൻ്റെ ചൂടിൽ നമ്മളിത് തയ്യാറാക്കി എടുത്താൽ മതി. ഇല്ലയെന്നാണെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും. കട്ട പിടിക്കുന്നത് ശ്രദ്ധിക്കണം, അടി പിടിക്കുന്നത് ശ്രദ്ധിക്കണം. കട്ട പിടിച്ചു പോയാൽ നമ്മൾ ക്രീമി കൺസിസ്റ്റൻസി കിട്ടൂല. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തിട്ട് അതിങ്ങനെ കുറുകി വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ചൂടിൽ നമ്മൾ തയ്യാറാക്കി എടുക്കണം. എന്നാൽ മാത്രം അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂ. ഇല്ലയെന്നാണെങ്കിൽ അത് അടിക്ക് പിടിക്കാനും അതേപോലെ തന്നെ കട്ട കെട്ടിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിൽ ആകുന്ന സമയത്ത് നിങ്ങൾ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടാറാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ തന്നെ നിങ്ങൾ വെക്കരുത്. അപ്പോൾ ഇത് ചിലപ്പം കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം ഇത് ചൂടാറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം കുറച്ചൊരു ചൂടാറി ഞാൻ ആ പാത്രത്തിൽ നിന്ന് തന്നെ നല്ലോണം മാറ്റി വെക്കാതെ തന്നെ ചൂടാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിന് 1 ടീസ്പൂണോളം ഗ്ലിസറിന് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്ലിസറിൻ എല്ലാ സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. പിന്നെ വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഒന്നാണ് വേണ്ടത്. ഇനി നിങ്ങളുടെ നല്ല ഡ്രൈ സ്കിന്നിലാണെങ്കിൽ നിങ്ങൾക്ക് 2 എടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സിങ് കറക്റ്റ് ആവണം കേട്ടോ. എല്ലാ സാധനവും നന്നായിട്ട് ഇതിലേക്ക് മിക്സായി കിട്ടണം. ഇത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിലാകുമ്പോൾ ഓയിലി സ്കിന്നുകാർക്കും ആൽമണ്ട് ഓയിൽ പ്രശ്നമൊന്നും ഇല്ല ആഡ് ചെയ്യുന്നതിൽ കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണ് അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആൽമണ്ട് ഓയിലും അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അലോവേര ജെല്ലും ആൽമണ്ട് ഓയിലും മിക്സ് ആവാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു സമയത്ത് ഈ ഒരു ക്രീം കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മെയിനായിട്ടുള്ള. ഇതിലത്ത് ഒരൊറ്റ സാധനം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ സാധനങ്ങൾ എല്ലാം തന്നെ ഈ ക്രീമിന് വേണം. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഓയിൽ സ്കിപ്പ് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട്. ആൽമണ്ട് ഓയിലി സ്കിന്നുകാർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അവർക്കും ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടാൽ മാത്രമേ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അധികം കേടുകൂടാണ്ട് ഞാൻ ഈ പറഞ്ഞ ദിവസത്തെ അത്രയും നിൽക്കൂ. ഒരു 10 ദിവസമെല്ലാം നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമാണ്. പിന്നെ നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കുന്ന പാത്രത്തിലും ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാവരുത്. നല്ല ഉണങ്ങിയ പാത്രത്തിൽ വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. കഴിയുന്നതും ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മളിത് കിടക്കുന്നതിൻ്റെ മുന്നേ ദിവസവും നമ്മൾ സാധാരണ ഫെയർനെസ് ക്രീം തേക്കുന്നത് പോലെ തേച്ചിട്ട് കിടക്കുകയാണ് ചെയ്യേണ്ടത്. കഴുകി കളയേണ്ട ആവശ്യമില്ല. പിറ്റേന്ന് രാവിലെ മാത്രം കഴുകി കളയുക. ഇതിങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫേസിൽ വരുന്ന മാറ്റം നല്ല വിസിബിളായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ജപ്പാനീസ് സ്കിൻ വൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത് അധിക പേരും ട്രൈ ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം വാങ്ങി വെച്ചതിന് ശേഷം നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എത്ര ഷെയ്ഡ് നിറം കിട്ടുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.